രണ്ടാൾക്കാരൊക്കെ പറഞ്ഞേ മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു വയലൻസ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഈ സിനിമ കൺസീവ് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞു ഒരു വയലന്റ് ആക്ഷൻ മൂവി ആയിരുന്നു. ബട്ട് എല്ലാവരും കാണാൻ പറ്റുന്ന സിനിമയാണ്. ഡെഫിനറ്റ്ലി A സർട്ടിഫിക്കറ്റ് വരുമ്പോൾ ഉണ്ടാവുന്ന ഈ ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. ബട്ട് ഒരു തിയേറ്ററിൽ എന്റർടൈൻമെന്റ് നിങ്ങൾ സിനിമ തിയേറ്ററിൽ കാണേണ്ട ചില രീതിയുണ്ട്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് KGF ഒക്കെ ഒരിക്കപ്പോ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു മലയാളത്തിൽ ഇത്തരം സിനിമകൾ വരുമല്ലോ. അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ KGFിലെ റസൂൽ സാറിനെ കൊണ്ടുവന്നു. ഹനീഫിന്റെ വന്നത് ബെസ്റ്റ് മൂവിയാണ്. പിന്നെ ഈ സിനിമയുടെ ഐ തിങ്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ മെയിൻ റീസൺ ഷെരീഫിനെ പോലെ ഒരു പ്രൊഡ്യൂസർ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ബാക്ക് ചെയ്യാതെ ഒരു പ്രൊജക്ടിനെ വലിയ സിനിമ മലയാളത്തില് വലിയ സിനിമകൾ വരണമെന്ന് ആഗ്രഹിച്ച് അതേപോലെ ഒരു A സർട്ടിഫിക്കറ്റ് സിനിമ എന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് പോയില്ല. ആ സിനിമയുടെ കൊമേഴ്ഷ്യൽ എലിമെന്റ് എന്താണെന്ന് മനസ്സിലാക്കി യൂത്തിന് വേണ്ടിയിട്ടും ഫാമിലീസിന് വേണ്ടി എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിണ്ണം കാച്ച് ആക്ഷൻ തിയേറ്ററിൽ കാണാത്ത ആൾക്കാരെ ബാക്കി OTT കാണുന്ന എങ്ങനെ തിയേറ്ററിൽ സിനിമയിൽ കാണാത്ത ബാക്കി പലരെയും അല്ല ആക്ച്വലി ഓവർ വയലൻസ് അങ്ങനെയല്ല. എനിക്ക് തിയേറ്ററിൽ കാണും OTTയിലും കാണും. പിന്നെ ഇതിന്റെ കുറച്ച് എക്സ്റ്റെൻഡഡ് കട്ട് ഡെഫിനറ്റ്ലി OTTയിലാണ് വരാൻ പറ്റും. നിങ്ങൾക്ക് അറിയാം സിനിമ 2 തവണ സെൻസർ ചെയ്യപ്പെട്ടില്ല. എല്ലാം ഓൺലൈനിൽ കിടക്കല്ലേ. ബട്ട് ഒരുപാട് സന്തോഷം. എനിക്ക് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു നല്ല സിനിമ എടുക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. അനീഫോട് ചോദിക്കണം. അനീഫ് ഒരു എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫൈറ്റ് കൊറിയോഗ്രാഫി. ഇനിയിപ്പോ മലയാള സിനിമ മാർക്കോക്ക് ശേഷം ഫൈറ്റ് കൊറിയോഗ്രാഫി ഫൈറ്റ് ഞാൻ ആക്ച്വലി ആവശ്യപ്പെടുന്നത് ഞാനൊരു 5-6 വർഷമായിട്ട് ആക്ഷൻ സിനിമകൾ ചെയ്യാതെ ഫാമിലി സിനിമകൾ യു സർട്ടിഫിക്കറ്റുള്ള സിനിമകൾ ചെയ്ത് വരുമ്പോൾ മലയാള സിനിമയിൽ ഒരുപാട് ആക്ഷൻ സിനിമകളുണ്ടായി. അറ്റ് ദാറ്റ് ടൈം എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ നിൽക്കുന്ന ടെക്നീഷ്യൻസ് പറയുന്നത് നല്ലൊരു ആക്ഷൻ സിനിമ ചെയ്യണം. ബട്ട് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ബെഞ്ച് മാർക്ക് സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഐ തിങ്ക് മാർക്ക് ഒരു ബെഞ്ച് മാർക്കാണ്. ഇതിന് മാർക്കിന് ശേഷം വരാൻ പോകുന്ന സിനിമകളൊക്കെ അറ്റ്ലീസ്റ്റ് ആക്ഷൻ സിനിമകൾക്ക് ഇതിന്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. വിച്ച് ഐ എം വെരി ഹാപ്പി. എൻ്റെ എല്ലാ ഫ്രണ്ട്സാണ് അവരെല്ലാവരും. അത് ഇപ്പോൾ നിങ്ങളെല്ലാവരും സിനിമയെ സപ്പോർട്ട് ചെയ്ത് ആക്ഷൻ സിനിമകൾ വലിയ ബഡ്ജറ്റിൽ ഒരുക്കി തിയേറ്ററിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു എന്ന് പറയുമ്പോൾ എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ്. ലൈക്ക് യു നമ്പേഴ്സ് ആർ ഔട്ട് ദെയർ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ സത്യത്തിൽ പൃഥ്വിയൊക്കെ ആക്ഷൻ സിനിമ ചെയ്യുന്നു എന്ന് വിചാരിച്ചിരിക്കുക. രാവിലെ മെസ്സേജ് വെച്ചിട്ടുണ്ട്. ജഗദീശ്വരന്റെ ഇന്റർവ്യൂ ജഗദീശ്വരൻ പറഞ്ഞു വയലൻസ് ഇനി മാർക്കിന് ശേഷം എന്താണെന്ന് നിങ്ങൾക്ക് കാണാമെന്ന് പറയായിരുന്നു. അപ്പൊ ഈ പ്രേക്ഷകരെല്ലാവരും പറഞ്ഞത് അത് പറഞ്ഞതുപോലെ തന്നെ നടന്നു. താങ്ക് യു സോ മച്ച്. എന്ന് വെച്ചാൽ ജഗദീഷേട്ടൻ, സിദ്ദിഖേട്ടൻ, ആൻസൺ, അതേപോലെ തന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഒരുപാട് ആക്ടേഴ്സ്, പുതിയതായിട്ട് ഡെബ്യൂ ചെയ്ത ആക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ കബീർ ദുഹാൻ, യുക്തി, ഐ മീൻ ലോട്ട് ഓഫ് ആക്ടേഴ്സ്. ഇവരെല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ജഗദീഷേട്ടൻ തുടക്കത്തിൽ തന്നെ സാറിന്റെ എക്സൈറ്റ്മെന്റ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു. ഞങ്ങള് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഒന്നും പറയാൻ ആഗ്രഹിച്ചു. ഞാൻ ഈ ആക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞു. സോ ഗുഡ് ക്വാളിറ്റി കോണ്ടന്റ് എന്ന് വെച്ചാൽ നല്ല പോസ്റ്റേഴ്സ്, ഞങ്ങളുടെ പോസ്റ്റേഴ്സിനെ ഒരുപാട് സ്വീകാര്യതയുണ്ടായി. അതേപോലെ തന്നെ ടീസർ, ഫിലിം മേക്കിംഗ് ചന്ദ്രു സെൽവരാജാണ് ചെയ്തത്. ചന്ദ്രുവാണ് എൻ്റെ ജയഗണേഷ് എന്ന സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജയഗണേഷിൽ വർക്ക് ചെയ്ത നമ്മുടെ റെഹാൻ ഇതിലുണ്ട് കൊച്ചായിട്ട്. അപ്പോൾ ജയഗണേഷിൽ നമ്മൾ ഏതാണ്ട് വിഷു കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. വിഷു അല്ലേ ജയഗണേഷ്? ക്രിസ്മസിന് ഉണ്ണീട്ടന്റെ എപ്പോഴും പ്രേക്ഷകർ പറയുന്നത് കുടുംബ പ്രേക്ഷകർ, കുട്ടികള് അല്ലെങ്കിൽ അമ്മമാർ, അങ്ങനത്തെ ഒരു ഓഡിയൻസ് ഉള്ള ആളാണ് ഉണ്ണീട്ടൻ. അപ്പൊ പക്ഷെ ഈ ഒരു പടം അങ്ങനെ കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റില്ല. കാണാൻ പറ്റും എന്ന് വെച്ചാൽ 18 വയസ്സിന് മുകളിലാണല്ലോ കുടുംബ പ്രേക്ഷകർ. അല്ല, ഓവർ വയലൻസ് ഉള്ളത് കൊണ്ട് അങ്ങനെയല്ല. A സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി അല്ലെങ്കിൽ മെച്ചോർഡായ എല്ലാവരും കാണാൻ പറ്റും. അപ്പൊ എന്റെ ബേസിക് ഓഡിയൻസ് അമ്മമാരും അച്ഛനും എല്ലാവരും ഒക്കെയാണ്. അപ്പൊ അവർക്ക് കാണാൻ പറ്റും. കൂടുതൽ എന്താ പറയാ, കുറച്ച് സെൻസിറ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് സംശയമുള്ളതുകൊണ്ട് മാത്രമാണ്. ബട്ട് ഐ തിങ്ക് യൂത്ത് സിനിമ കണ്ടു, ഗംഭീര ഫീഡ്ബാക്ക്. ഐ മീൻ ഞാൻ ആക്ച്വലി ടെൻസ്ഡ് ആയിരുന്നു സത്യത്തിൽ. നമ്മളെ A സർട്ടിഫിക്കറ്റ് സിനിമകൾ റിലീസ് ആവാത്തതുകൊണ്ട് നമുക്കും അറിയില്ല എന്താണെന്ന്. പക്ഷെ ദാറ്റ്സ് വൺ ഐ എം സേയിങ് ദാറ്റ് ഷെരീഫ് മുന്നിൽ വന്ന് ഈ സിനിമയുടെ ക്വാളിറ്റി, പിക്ചർ ക്വാളിറ്റി നിങ്ങൾ ഒരുപാട് റീൽസ് ഒക്കെ കട്ട് ചെയ്ത് വിട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ബിക്കോസ് ഒരു സാധനം പുറത്ത് വിടുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കിലാണ് എല്ലാം നിൽക്കുന്നത്. സിനിമയ്ക്ക് നമ്മൾ ഹൈപ്പ് കൂട്ടിയിട്ടില്ല. നിങ്ങളുടെ സിനിമയോടുള്ള ഇഷ്ടമാണ് സിനിമയുടെ ഹൈപ്പ്. സിനിമ ആകെ ഒരു ടീസറും 2 പോസ്റ്ററും വിട്ടതുകൊണ്ട് പ്രൊമോഷൻ ആവില്ല സത്യം. ബട്ട് ഇറ്റ് വാസ് എ ബിഗ് ചാലഞ്ച്. എന്നെ സംബന്ധിച്ച് മാർക്കറ്റിംഗിന്റെ കാര്യത്തിലാണെങ്കിലും ഫിലിം മേക്കിംഗിന്റെ കാര്യത്തിലാണെങ്കിലും ഓവറോൾ പ്രസന്റേഷൻ ഓഫ് ദ മൂവി ഐ തിങ്ക്